അമേരിക്കയുടെ തെരുവുകളിൽ വീണ്ടും പ്രതിഷേധത്തിന്റെ കനലുകൾ ആളിപ്പടരുകയാണ്. ഭരണാധികാരിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കും യുദ്ധസമാനമായ നയങ്ങൾക്കുമെതിരെ നോ കിങ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തി പതിനായിരങ്ങളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഭരണരീതികൾക്ക് അന്ത്യം കുറിക്കുമെന്നും അധികാരം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് അപകടമാണെന്നും ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഈ ജനക്കൂട്ടം. ഒരു നഗരത്തിൽ ഒതുങ്ങാതെ അമേരിക്കയിലുടനീളവും യൂറോപ്പിലെ പ്രധാന കേന്ദ്രങ്ങളിലും ഈ പ്രതിഷേധം പടർന്നു പിടിക്കുന്നത് ഭരണകൂടത്തെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. സാധാരണക്കാരന്റെ പോക്കറ്റടിക്കുന്ന വിലക്കയറ്റവും വിദേശ നയങ്ങളും ഈ പോരാട്ടത്തിന് പുതിയൊരു കരുത്താണ് നൽകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ അമേരിക്കയിലുടനീളം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ നോ കിങ്സ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം നടന്ന നോ കിങ്സ് പ്രതിഷേധങ്ങളിൽ അമേരിക്കയിലുടനീളം വലിയ ജനക്കൂട്ടമാണ് പങ്കെടുത്തത്. പ്രസിഡന്റിന്റെ നയങ്ങൾ, ഇറാനുമായുള്ള യുദ്ധം, കുടിയേറ്റ നയം, വർദ്ധിക്കുന്ന ജീവിത ചെലവ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. മിനാസോട്ടയിലെ സെന്റ് പോൾ മേഖലയിലാണ് നോ കിങ്സ് പ്രതിഷേധത്തിന്റെ പ്രഭവ കേന്ദ്രം. തുടർന്ന് പ്രതിഷേധം ശക്തിപ്പെടുകയായിരുന്നു. പരമ്പരാഗതമായി റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റിക് പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്രതിഷേധം ആളിക്കത്തി. പ്രകടനക്കാർ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും പ്ലക്കാർഡുകൾ വീശുകയും സാംസ്കാരിക പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും മിഡ് ടൗൺ മാൻഹട്ടനിൽ നിന്നും പ്രതിഷേധം വ്യാപകമായി. വാഷിംഗ്ടൺ, ബോസ്റ്റൺ, അറ്റ്ലാന്റ എന്നിവയുൾപ്പെടെ നിരവധി നഗരങ്ങളിൽ പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേരുകയും ചെയ്തു. സാൻ ഫ്രാൻസിസ്കോയിൽ ഒത്തുകൂടിയ വലിയ ജനം സിവിക് സെന്റർ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി. യുക്രൈൻ യുദ്ധം, ട്രാൻസ്ജെൻഡർ അവകാശങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി അമേരിക്കൻ പതാകയും ബാനറുകളും ഉയർത്തുകയായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത കുടിയേറ്റ നയങ്ങളും ഇറാനുമായുള്ള യുദ്ധസമാനമായ സാഹചര്യവും പ്രതിഷേധത്തിന്റെ തീവ്രത കൂട്ടി. മിനസോട്ട ഗവർണർ ടിം വാൾസ് ഫെഡറൽ ഗവൺമെന്റിന്റെ നടപടികളെ പരസ്യമായി വിമർശിച്ച് രംഗത്തെത്തിയത് അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ വിള്ളലുകളാണ് വീഴ്ത്തിയത്. അധികാരത്തിന്റെ കേന്ദ്രീകരണത്തിനെതിരെയും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടാണ് നോ കിങ്സ് പ്രതിഷേധം മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ യുദ്ധച്ചെലവുകൾ സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്നുവെന്നും വിലക്കയറ്റം സഹിക്കാനാവുന്നില്ല എന്നുമാണ് പ്രതിഷേധക്കാരുടെ പക്ഷം. സർക്കാർ നയങ്ങളിലും സാമ്പത്തിക വിഷയങ്ങളിലും പൊതുജനങ്ങളുടെ തുടർച്ചയായ വിയോജിപ്പിനെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു പ്രതിഷേധം. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം പ്രതിഷേധം സമാധാനപരമായിരുന്നുവെങ്കിലും ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ ട്രംപിന്റെ 50ഓളം അനുയായികൾ പ്രകടനക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. അമേരിക്കയിൽ തുടങ്ങിയ ഈ പ്രക്ഷോഭം ഇപ്പോൾ ഭൂഖണ്ഡങ്ങൾ കടന്ന് യൂറോപ്പിലും അലയടിക്കുന്നുണ്ട്. ആംസ്റ്റർഡാം, മാഡ്രിഡ്, റോം എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ നഗരങ്ങളിലും റാലികൾ നടന്നു. കനത്ത പോലീസ് സാന്നിധ്യത്തിൽ 20,000 പേർ മാർച്ച് നടത്തി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സാമ്പത്തിക മാന്ദ്യവും യുദ്ധഭീതിയും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കാരണമായി. ജനാധിപത്യം സംരക്ഷിക്കണമെന്നും രാജകീയമായ ഭരണരീതികൾക്ക് തടയിടണമെന്നും ആവശ്യപ്പെട്ട് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോ കിങ്സ് പ്രതിഷേധം ഒരു രാഷ്ട്രീയ റാലിയല്ല, തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയുടെ അതിജീവന പോരാട്ടമാണ്. ആഗോള സുരക്ഷയും സാമ്പത്തിക നിലയെയും ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജനഹിതം കൂടി പരിഗണിക്കപ്പെടണമെന്ന കർശനമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ ജനം ട്രംപിന് നൽകുന്നത്. പ്രതിഷേധങ്ങൾ സമാധാനപരമായി തുടരുമ്പോഴും ചിലയിടങ്ങളിൽ ഭരണകൂടാനുയായികളുമായുള്ള വാക്കുതർക്കങ്ങൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഈ ജനകീയ മുന്നേറ്റം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. ഭരണകൂടം തങ്ങളുടെ നയങ്ങളിൽ മാറ്റം വരുത്തുമോ അതോ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.